വചനമൊഴി ഏപ്രിൽ 19 വലിയ ശനി. വചനഭാഗം ഉൽപ്പത്തി 22:1-19, യോന 2:1-10, റോമ 6:3-11, മത്തായിയുടെ സുവിശേഷം 28:1-20. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിന്നീട് സാബത്തിനു ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുൾ ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്നും നിങ്ങൾക്ക് മുൻപേ ഗലീലിലേക്ക് പോകുന്നുവെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ വേഗം കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ അവന്റെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. അപ്പോൾ ഈശോ എതിരെ വന്ന് നിങ്ങൾക്ക് അഭിവാദനങ്ങൾ എന്ന് പറഞ്ഞു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുവിൻ. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണിമാരും കൂടി ആലോചിച്ച ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രി അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ. ദേശാധികാരിയുടെ ചെവിയിലെത്തിയാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവമേക്കാതെ നോക്കിക്കൊള്ളാം. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. ഈ കഥ ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു. അനന്തരം ഈശോ നിർദ്ദേശിച്ച പോലെ 11 ശിഷ്യന്മാരും ഗലീലിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. ചിലരാകട്ടെ സംശയിച്ചു. ഈശോ അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പാലിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇതാ യുഗാന്തം വരെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വലിയ ശനിയാഴ്ച ആചരിക്കുന്ന ദിവസമാണ്. വലിയ ശനിയാഴ്ച കാത്തിരിപ്പിന്റെ ദിവസമാണ്. വെള്ളിയാഴ്ച മിശിഹായുടെ മൃതശരീരം സംസ്കരിച്ച് വീണ്ടും ഈശോയെ ഒരിക്കൽ കൂടി കാണുവാൻ അവസരം കിട്ടുന്നത് സാബത്ത് കഴിഞ്ഞു വരുമ്പോഴാണ്. ഈശോയുടെ കാലത്തെ പാരമ്പര്യമനുസരിച്ച് ഒരുവനെ കല്ലറയിൽ സംസ്കരിച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് കല്ലറ തുറന്ന് ശരീരം തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാമായിരുന്നു. ഈശോയെ സംസ്കരിച്ചത് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് സാബത്തായി. അന്ന് കല്ലറ തുറക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞായറാഴ്ച അതിരാവിലെ ഈശോയുടെ കല്ലറയിലേക്ക് വരുന്ന സ്ത്രീകളെയാണ് നാം കാണുന്നത്. കർത്താവിനെ ഒന്നുകൂടി ദർശിക്കുവാൻ അവർ കാത്തിരുന്ന് കല്ലറയിലേക്ക് വരികയാണ്. അങ്ങനെ വന്ന അവർക്കാണ് ഉയർപ്പിന്റെ അറിയിപ്പ് ലഭിക്കുന്നത്. മിശിഹായുടെ പീഡാനുഭവ രഹസ്യോത്ഥാനങ്ങളെ ധ്യാനിക്കുന്ന നമുക്കും
മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിന്റെ ദിവസത്തെ കാത്തിരിക്കുവാനായിട്ട്. ഉത്ഥിതനായ മിശിഹ എക്കാലവും നമ്മുടെ കൂടെയുണ്ട്. ആ മിശിഹായുടെ സാന്നിധ്യത്തെ അനുസ്മരിക്കുവാൻ, ഉത്ഥാന ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ, മിശിഹായുടെ ആ സാന്നിധ്യത്തെ ആഗ്രഹിച്ച് കാത്തിരിക്കുവാൻ, മഹത്വപൂർണമായ മിശിഹായുടെ ഉത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ നാമും കാത്തിരിക്കുന്നവരാണ്. ആ സ്ത്രീകൾ അതിരാവിലെ മിശിഹായെ ഒന്ന് കാണുവാൻ കല്ലറയിലേക്ക് പോയതുപോലെ മിശിഹായുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ മിശിഹായുടെ കല്ലറയാകുന്ന നമ്മുടെ ദൈവാലയത്തിലെ അൾത്താരയിലേക്ക് നാമും കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. വിശുദ്ധ അൾത്താരയിലാണ് മിശിഹായുടെ മഹത്വം നമുക്ക് ദർശിക്കുവാനാകുന്നത്. പരിശുദ്ധ കുർബാനയിൽ മിശിഹ സന്നിഹിതനാകുന്നു, ദൃശ്യമായി എന്നും നമ്മുടെ കൂടെയായിരിക്കുവാൻ. ഉത്ഥാന അനുഭവത്തിലേക്ക് നമുക്ക് വളരുവാനും ജീവിക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുവാനും ഉത്ഥിതനായ മിശിഹ നൽകുന്ന സന്തോഷവും സമാധാനവും പരിശുദ്ധ കുർബാനയിലൂടെയും കുർബാന അനന്തര ജീവിതത്തിലൂടെയും പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കണം. അതിനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.